പരിശോധനയെ തിരഞ്ഞ മൃതദേഹം ഇപ്പോൾ ലഭിച്ചിരിക്കുമെന്ന വിവരം ലഭിക്കുന്നു. യൂനസിന്റെ പിതാവിന്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു. സുരിത്ത് അയ്പത്ത് ചെയ്യുന്നുണ്ട്. സുരിത്ത്, എവിടെ നിന്നാണ് ഈ സിഗ്നൽ ലഭിച്ചതിന് അടുത്ത് നിന്ന പ്രദേശത്തു നിന്നും എല്ലാമാണോ ഈ മൃതദേഹം കണ്ടെത്താനായത്? ഒരിക്കലുമല്ല ഗോകുൽ. ചാലിയാറിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇത്ര നേരം തെരച്ചിൽ നടത്തിയത് ജീവന്റെ തുടിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് തെരച്ചിൽ നടത്തിയിരുന്നു. അത് സ്വകാര്യ ഏജൻസി നടത്തിയ റഡാർ പരിശോധനയിലാണ് ഇത്തരത്തിൽ ജീവന്റെ സാന്നിധ്യമുണ്ട് എന്നുള്ളത് കണ്ടെത്തലുണ്ടായത്. അത് അവിടെ ഉണ്ടായിരുന്ന ഏക ആൾ എന്ന് പറയുന്നത് ഈ മൊയ്തീൻ കുട്ടി എന്ന് പറയുന്ന പടിക്കപ്പറമ്പിൽ മൊയ്തീൻ കുട്ടി യൂനസിന്റെ പിതാവ് ആണ്. യൂനസിന്റെ പിതാവിന്റെ ജീവൻ അവിടെ ശേഷിക്കുന്നുണ്ടോ എന്നുള്ളതായിരുന്നു തെരച്ചിലിന്റെ ആധാരം. ഉച്ചയ്ക്ക് ശേഷം വളരെ ശ്രമകരമായ ദൗത്യമാണ് എല്ലാവരും ചേർന്ന് നടത്തിയത്. പക്ഷേ അദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോൾ കിട്ടിയിരിക്കുന്നു. ആ മൃതദേഹം ബന്ധുക്കൾ സ്ഥിരീകരിച്ചിരിക്കുന്നു. അത് നിലമ്പൂരിൽ നിന്ന്, ചാലിയാറിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹത്തിന്റെ ശരീരഭാഗങ്ങൾ നോക്കി ബന്ധുക്കൾ എത്തി സ്ഥിരീകരിച്ചു. അല്പസമയത്തിനകം തന്നെ മേപ്പാടി ജുമാ മസ്ജിദിൽ ഖബറടക്കം നടത്തും. യൂനസിന്റെ ബന്ധു, ഇതിനിടയിൽ ഈ തെരച്ചിൽ നടക്കുന്നതിനിടയിൽ യൂനസിന്റെ ബന്ധുവായ മജീദും വന്നിരുന്നു. മജീദും യൂനസും അവിടെ എത്തിയ ഉറപ്പ് പറഞ്ഞു. എന്തായാലും തന്റെ പിതാവിന്റെ ജീവൻ അവിടെ ഉണ്ടാകില്ല, ജീവനോടെ അദ്ദേഹം ഉണ്ടാകില്ല. 85 വയസ്സാണ് അദ്ദേഹത്തിന്റെ പ്രായമെന്ന് ഉറപ്പിച്ചു പറഞ്ഞു, മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞു. അങ്ങനെ ഒരു ഘട്ടത്തിലായിരുന്നു തെരച്ചിൽ മുന്നോട്ട് പോയിരുന്നത്. പക്ഷേ അവിടെ തെരച്ചിലൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇതിനിടയിലാണ് ഇവർ നേരെ പോയത് മേപ്പാടി ആശുപത്രിയിലേക്കാണ് മജീദും യൂനസും പോയത്. ഉടൻ തന്നെ നമുക്ക് മജീദാണ് നമ്മളെ വിളിച്ചു പറഞ്ഞത്. ബോഡി ഐഡന്റിഫൈ ചെയ്തു. അത് ഇദ്ദേഹത്തിന്റെ ശരീരം തന്നെയാണ്. അത് നിലമ്പൂരിൽ നിന്നാണ്. ഖബറടക്കം അല്പസമയത്തിനകം തന്നെ നടക്കും എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചു. അവിടെ റഡാർ പരിശോധനയിൽ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ തന്നെ ഇവർ പറഞ്ഞിരുന്നു ഇവിടെ കണ്ടെത്താൻ ഒരു സാധ്യതയുമില്ല എന്നുള്ളത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ നിലമ്പൂരിൽ നിന്നാണ് മൃതദേഹം ലഭിച്ചതെന്നാണ് മജീദ് പറയുന്നത്. ഖബറടക്ക ചടങ്ങ് അല്പസമയത്തിനകം തന്നെ മേപ്പാടി പള്ളിയിലാണ് നടക്കുന്നത്. ശരി സുർജിത്ത്, ഏതായാലും അവസാന ഘട്ടത്തിൽ രാത്രി വൈകിയും ആ റഡാർ പരിശോധന നടത്തിയത് മൊയ്തീൻ കുട്ടിക്ക് വേണ്ടിയായിരുന്നെങ്കിൽ മൊയ്തീൻ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുന്നത് ചാലിയാറിൽ നിന്നാണ്. അദ്ദേഹത്തിൻ്റെ മക്കൾ മുമ്പ് ആ പരിശോധന നടത്തുമ്പോൾ തന്നെ മജീദ് അടക്കം പറഞ്ഞിരുന്നു ഇവിടെ കണ്ടെത്താനുള്ള സാധ്യത കുറവാണ്, തങ്ങളുടെ പിതാവിനെ ഈ പ്രദേശത്ത് നിന്ന് കണ്ടെത്താനുള്ള സാധ്യത കുറവാണ്. പക്ഷേ ആ റഡാർ സിഗ്നലിൽ പ്രതീക്ഷ വെച്ച് ആ ദൗത്യസംഘം അവിടെ തെരച്ചിൽ തുടർന്നു. പക്ഷേ അതിലൊന്നും കണ്ടെത്താനായില്ല. ഒടുവിൽ ഇപ്പോൾ മൊയ്തീൻ കുട്ടിയുടെ മൃതദേഹം ചാലിയാറിൽ നിന്ന് കണ്ടെത്തിയ മൃതദേഹം മൊയ്തീൻ കുട്ടിയുടേതെന്ന് മക്കൾ തിരിച്ചറിയുന്നു. മൃതദേഹം അല്പസമയത്തിനകം ഖബറടക്കുകയും ചെയ്യും.